ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ചില ആൾക്കാരുടെ ഡയലോഗുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസ് കൊടുത്തിട്ട് കാര്യമില്ല, കേസ് കൊടുത്താൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് ഇവർക്ക് അറിയാമെങ്കിലും ഇവർ പറയുക കേസ് കൊടുത്തിട്ട് കാര്യമില്ല എന്നും, കേസ് കൊടുത്തിട്ട് ഇതുവരെ ആർക്കും പൈസ കിട്ടിയ ചരിത്രമില്ല എന്നുമാണ് ഇവർ പറയുന്നത്. ഇവർ പണ്ട് തൊട്ടേ ഉള്ള കുറേ തട്ടിപ്പ് കമ്പനികളിൽ ചേർന്ന് കൊണ്ടുള്ള അനുഭവ പരിചയവും ചിലപ്പോൾ ഇവർ പറഞ്ഞു കാണും. എന്നാൽ ഇവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ലീഡറായ സൂരജ് പറഞ്ഞ കാര്യമാണ്. സൂരജ് പറയുന്നത്, സുപ്രീം കോടതിയിൽ പോയി തോറ്റു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് പണം തരാനുള്ള നിയമം ബഡ്സ് ആക്ടിൽ, നമുക്ക് പണം തരാനുള്ള സെക്ഷൻ ബഡ്സ് ആക്ടിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് ആണ് നമ്മുടെ പുതിയ കോമ്പറ്റന്റ് അതോറിറ്റിയായ വിശ്വനാഥ് സിൻഹ ചാർജ് എടുത്തതിന് ശേഷം വന്ന ഒരു ഓർഡർ ഞാൻ ആൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്. അത് ധനകോടി പ്രൈവറ്റ് ലിമിറ്റഡ് കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ പെരിഷബിൾ അസറ്റ്സ്, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും ഒക്കെ അടിയന്തരമായി വിൽപ്പന നടത്തി അത് നിക്ഷേപകർക്ക് പണമാക്കി അത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കണമെന്നുള്ള ഓർഡർ വന്നത് 29/10/2024 അപ്പോൾ ഇതേപോലെയുള്ള നടപടിക്രമങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. 29/10/2024 ധനകോടി പ്രൈവറ്റ് ലിമിറ്റഡ് കുറ്റ്യാടി എന്ന സ്ഥാപനത്തിലെ നശിക്കുന്ന വസ്തുക്കളും സ്വത്തുക്കളും ബഡ്സ് ആക്ടിലെ സെക്ഷൻ 13(5) പ്രകാരം ഉടനടി വിൽപ്പന നടത്തുവാൻ ജില്ലാ കലക്ടർക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് അത്. മലയാളത്തിലുള്ള ഉത്തരവാണ്. നിങ്ങൾക്ക് നോട്ടീസ് ബോർഡ് .kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവ് വായിക്കാൻ കിട്ടും. എന്നാൽ ഇതുപോലെയുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ മാസം 29/11/2024 തൃശ്ശൂരെ ബഡ്സ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഞാൻ ആൾറെഡി പറഞ്ഞു പോയതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈറിച്ച് എന്ന തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ ഉടമ നൽകിയ പരാതിയിൽ ആ തട്ടിപ്പ് സ്ഥാപനത്തിൽ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കൾ, ഫർണിച്ചറുകളും AC-കളും മറ്റ് കമ്പ്യൂട്ടർ ടേബിള്, ഷെൽഫ്, ബക്കറ്റ് എന്നിവ ഉടനടി ലേലം ചെയ്ത് അതിൻ്റെ താക്കോല് ഉടമകൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡറും ആൾറെഡി നമുക്ക് കിട്ടിയതാണ്. നമുക്ക് അയക്കാൻ പറ്റുന്ന എല്ലാവർക്കും തന്നെ അയച്ചതുമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഷൈജിത് ജോസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷൈജിത് ജോസ് വേഴ്സസ് കേരള എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ ജഡ്ജ്മെൻറ്റ്, നമ്മുടെ ബഡ്സിൻ്റെ വിധി കാത്തു നിൽക്കുന്ന ബഡ്സിൻ്റെ കേസിൻ്റെ വിധി പറഞ്ഞ അതേ ജഡ്ജ് തന്നെ ഇവരുടെ സാധനങ്ങളെ ലേലം ചെയ്ത് വിൽക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അടിയന്തരമായി ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തിനാണ് പെരിഷബിൾ അസറ്റ്സ് എത്രയും പെട്ടെന്ന് കേസ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ലേലം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വില ദിവസം പ്രതി നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് ലേലം ചെയ്ത് പണമാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ആർക്കാണോ അഫക്റ്റഡ് ഡെപ്പോസിറ്റേഴ്സിന് തിരിച്ചു കൊടുക്കണമെന്നാണ് സെക്ഷൻ 13(5) പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഉത്തരവ് വരും ദിവസങ്ങളിൽ നമ്മൾക്ക് വെബ്സൈറ്റിലൂടെ കാണാൻ സാധിക്കും.
29 കഴിഞ്ഞ് ഇപ്പോൾ 10-20 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 25 ദിവസമുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ചിലപ്പോൾ തുടങ്ങിക്കാണും, പറയാൻ പറ്റില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടവരിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. പണ്ട് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങൾ നിലനിൽക്കെ പണ്ട് നടന്ന ആരെങ്കിലും പറ്റിച്ചതിന്, അവർക്ക് യാതൊന്നും ബാക്കി വെക്കാതെ പറ്റിച്ചതിന് ഇവിടെ നമുക്ക് 212 കോടിയുണ്ട് കേസ് കൊടുക്കാൻ. ചിലപ്പോൾ ഇനിയും ഒരു 10-100 പേര് കേസ് കൊടുക്കുമായിരിക്കും. അവർക്കൊക്കെ കൊടുക്കാനുള്ള പണം ഇവിടെ ഭദ്രമായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരിക്കലും എല്ലാവരും കേസ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കൊടുത്തവർക്കും മറ്റുമൊക്കെ കിട്ടുന്ന പൈസയിൽ നിന്ന് കുറവ് വരും. അതുകൊണ്ട് ഇത്ര നാള് ഹൈറിച്ച് ജയ് ഹൈറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞവർ ഒരിക്കലും കേസ് കൊടുക്കരുത്. അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് നിങ്ങൾക്ക് എന്തോ മാരകമായ, ചില ആൾക്കാർ പറയുന്ന പോലെ മാരകമായ അസുഖം വന്നു എന്ന് വിചാരിച്ച്, നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ചു എന്ന് വിചാരിച്ച് നമ്മളത് തള്ളിക്കളയണമെന്നാണ് പറയാനുള്ളത്. എന്നാൽ ജപ്തിയായവരെ, കടം കയറിയവര് ഒക്കെ പരാതി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പണം തിരികെ കിട്ടുകയുള്ളൂ എന്ന് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ലീഡേഴ്സ് എന്ന് പറയുന്ന, ഇപ്പോൾ ലീഡേഴ്സ് എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയാം, ലീഡേഴ്സ് എന്ന് വിളിക്കരുത്. ലീഡേഴ്സ് ഇതാ പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ തുടങ്ങാറ്. പക്ഷെങ്കിൽ ഇനി മുതൽ ലീഡേഴ്സ് എന്ന് വിളിക്കരുത് എന്നാണ് പറയുന്നത്. ഹൈറിച്ചിൽ പണം ഇട്ടിട്ട് 2 ഇരട്ടി കിട്ടിയ ആളെ എന്ന് വേണമെങ്കിലും അവനെ വിളിക്കാം, അല്ലേ? ഇട്ടതിനേക്കാളിൻ്റെ ഇരട്ടി കിട്ടിയെന്നാണ് അവൻ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഗ്രൂപ്പുകളിൽ നിങ്ങളെ എതിർത്തേക്കാം. പക്ഷേങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് സ്വകാര്യമായി സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കേസ് കൊടുത്തോ, നമുക്ക് ഒന്നും പറയാനില്ല എന്നുള്ള ഉത്തരം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്വം വരികയാണ്. അതുകൊണ്ട് തന്നെ അവർക്കും അറിയാം, പെരിഷബിൾ അസറ്റ്സ് ലേലം ചെയ്ത ഒരു കമ്പനിക്ക് എങ്ങനെയാണോ മറ്റ് തരത്തിലുള്ള വിധികൾ ഉണ്ടാവുക. പെരിഷബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന പരിപാടിയാണ്. അത് നടന്നു കഴിഞ്ഞു. ഇനി എന്തായാലും അല്പം വൈകിയാണെങ്കിലും മറ്റേതാണ് വരാനുള്ളത്. എന്തായാലും ഒരുപാട് FIRകളും ഇവരുടെ റീഡ് ചെയ്ത കാര്യങ്ങളും വെബ്സൈറ്റിൽ കണ്ട കാര്യങ്ങളും എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ ജഡ്ജ്മെൻ്റാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം, ഒരു മാസം ഇത്രയും ദിവസം ലേറ്റ് ആകുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. അപ്പോൾ മറ്റൊന്നുമല്ല, ഇപ്പോൾ പെരിഷബിൾ അസറ്റ്സ് ലേലം ചെയ്ത കമ്പനിയുടെ മറ്റ് അസറ്റുകളും ലേലം തന്നെ ആയിരിക്കും ചെയ്യുക. ബൈ.